പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വിളവെടുപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചമുളകാണ് വിളവെടുക്കുന്നത്. ഇത് നല്ല നീളമുള്ള പച്ചമുളകാണ് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി മുളകാണിത്. ഇത് മുകളിലോട്ടാണ് വളർന്നിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറൊരു വെറൈറ്റി ഞാൻ മുമ്പ് ഇട്ടിരുന്നു. ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അത്യാവശ്യം ഇന്നൊക്കെ നാളേക്കൊക്കെ ആവശ്യമുള്ള പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ഭാഗത്ത് ചട്ടിയിലായിട്ട് കുറച്ച് വഴുതന ഉണ്ട് വിളവെടുക്കാനായിട്ട്. നീളൻ വഴുതന, അതുപോലെ ഉണ്ട വഴുതന കണ്ടോ, ഈ ഒരു ഭാഗത്തും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചട്ടികളാണ് കേട്ടോ. ഇതൊക്കെ 10 ചട്ടികളായിരുന്നു കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നത്. അതിൻ്റെ കൂടെ വളങ്ങളും ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് വെള്ള വഴുതന കേട്ടോ. ഇതും വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് ചുവന്ന ചീരയാണ് വിളവെടുക്കുന്നത്. അപ്പോൾ ഈ ചീര വിളവെടുക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ പോട്ടി മിക്സ് എങ്ങനെ റെഡിയാക്കിയത് എന്ന് വെച്ചാൽ, കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് വളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. കൂടുതലും ഉണങ്ങിയ കരിയിലയാണ് ഈ ഗ്രോ ബാഗിലൊക്കെ നിറച്ചിട്ടുള്ളത്. മണ്ണ് വളരെ കുറവാണ്. ഈ ഒരു ഭാഗത്ത് എന്താ കുറച്ച് പയറുകളൊക്കെ വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജൈവ സ്ലറി, ആഴ്ചയിൽ ഒരു ദിവസം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും വെറുതെ കളയാറില്ല. അതൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് നീക്കിയതിന് ശേഷം ചുറ്റിലും ഇട്ട് കൊടുക്കും. എന്നിട്ട് മണ്ണിട്ട് മൂടലാണ്. അപ്പം അത്യാവശ്യം നമുക്ക് 2-3 ദിവസത്തിനുള്ള പച്ചക്കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കുറച്ച് വെണ്ടയും കൂടി എടുക്കാനുണ്ട്. അത് കണ്ടോ, ഇതും ഞാൻ ചട്ടിയിലാണ് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. ഒരു പാവലുണ്ട് ഇവിടെ, അതും കൂടെ എടുക്കാം. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് എടുക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. ഒരു 4 ഗ്രോ ബാഗിൽ വെണ്ട, അതുപോലെ 4 ഗ്രോ ബാഗിൽ പച്ചമുളക്, അതുപോലെ തക്കാളി, വഴുതനൊക്കെ നട്ട് പിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിളവെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ വിളവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വലിയ വില കൊടുത്തൊന്നും പുറത്തുനിന്ന് ഇതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നും മെനക്കെട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത്രയും വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം.